ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. ഞാനും ഏട്ടനും മാത്രമല്ല, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ട്. വെറും ഫ്രണ്ട്സ് അല്ല, നമ്മളൊരു ഫാമിലി പോലെയാണ് കേട്ടോ. അവരുടെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ അധികമായിട്ടില്ല, അപ്പോൾ അവർക്കൊരു ഹണിമൂണും ഞങ്ങൾക്ക് കൂടെ ഒരു ട്രിപ്പും ആവും. അങ്ങനെ റോഡ് ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളുടെ വെസ്പാനിയും അവരവരുടെ വണ്ടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ യാത്ര എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഓരോ 30 കിലോമീറ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു 40-50 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ കട്ടൻ കുടിക്കും. ഒരുപാട് സ്ഥലത്തു നിന്ന് കട്ടൻ ഒന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ പല സ്ഥലത്തും ഇറങ്ങി നിൽക്കും. ഓരോ 40-50 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് യാത്രാക്ഷീണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെയൊക്കെ റോഡ് സൈഡും ഇതുമായിട്ട് ഭയങ്കര ഒരു ഇതല്ലേ. പക്ഷെ നോക്കി റോഡിന്റെ അടുത്താണ്, റോഡും വരെ വീട് വെച്ചാലേ ശരിയാ. റോഡിന്റെ മുറ്റത്ത് തന്നെ വീട്, ഗേറ്റും ഇല്ല. ഒരു കുറച്ചുകൂടെ ഹലോ കപ്പിൾസ്. വയ്യ പോലെ ഒന്നിരിക്കി ഒന്നുകൂടെ ഇരിക്കി പ്ലീസ്, നമ്മളുടെ വ്ളോഗിന് വേണ്ടി. മഴ കണ്ട കാലം മഴ കണ്ട കാലം ടൈം എത്രയാട്ടാ? ടൈം 6 മണിയായി. നമ്മളിപ്പോ പഴനിയിലെത്തിയിരിക്കുകയാണ്. റൂം തിരഞ്ഞോണ്ടിരിക്കുക നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള. ഇത് മഴക്കാലം, തമിഴ്നാട്ടിൽ മഴക്കാലമാണ്. ഫുള്ള് മഴ, ചളി. നാട്ടിൽ നല്ല വെയിലും തമിഴ്നാട്ടിൽ നല്ല മഴയും. എന്തായിരിക്കും തണുപ്പ്, രക്ഷയില്ല. ഞാനാണെ സെറ്റർ എടുക്കാൻ മറന്നതന്നെ എടുത്തില്ല. നമുക്കൊന്ന് കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞിട്ടുള്ള ലോഡ്ജിൽ ഒരു ചാർജ് ചെയ്ത് എത്രയാണ് അറിയാം, 3000 രൂപ ഒന്ന് കുളിച്ച് മാറ്റാൻ. അപ്പൊ നമ്മൾ ആ ലോഡ്ജ് വേണ്ട വെച്ചിട്ട് വേറൊരു ലോഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്കുള്ള പഴനിയിലെ കാഴ്ച. പഴനി ബസ് സ്റ്റാൻഡാണ്. ഇന്നലെ രാത്രി 10:30 ആയപ്പോൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇന്ന് 6 മണിക്കാണ് നമ്മൾ പഴനിയിലെത്തുന്നത്. ഇവിടെ ഫുൾ മഴയാണ് ഗൈസ്, മഴ. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ പഴനിമല കാണൂ ഗൈസ്, കാണൂ. എന്ത് സ്നേഹമുള്ള ഭർത്താക്കന്മാരല്ലേ. പക്ഷെ എവിടെ കിട്ടും? ഒന്ന് പോസ്റ്റ് ഇടൂ.
ഇതാണ് കുട്ടേട്ടന്റെ ഔട്ട്ഫിറ്റ്. ഹായ് തിരു. ഹായ്. ഇതാണ് വർഷയുടെ ഔട്ട്ഫിറ്റ്. ടെമ്പിൾ ലുക്ക്. ടെമ്പിൾ ലുക്ക്. എന്താ ഈ കത്തിവേഷത്തില് ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ടെമ്പിൾ ലുക്ക് ആണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത്. എങ്ങനെയുണ്ട്? 90s കിഡായ ഭർത്താവ് 2K കിഡ് ആവാനുള്ള ശ്രമം. ഇതാണ് നമ്മുടെ കപ്പിൾസ്. നവവധുക്കൾ. എന്താ അല്ല നവദമ്പതികൾ. അതെ. അമ്പലത്തിലേക്ക് വന്ന കോലാണിത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീൻസൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ 2 വീലർ നമ്മളെ സ്കൂട്ടറില്ലേ അതാണ് എടുത്തത്. അപ്പോൾ അതിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഡ്രസ്സ് കുറച്ചാണ് എടുത്തത്. അപ്പോൾ കൊടൈക്കനാലിലേക്ക് നേരിട്ട് പോകാനുള്ളതുകൊണ്ട് അമ്പലത്തിലേക്കുള്ള ഡ്രസ്സൊന്നും കരുതിയില്ല. ഈ ഡ്രസ്സ് ഇട്ട് കയറുക. പിന്നെ ഇപ്പം പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഫോണൊന്നും നമ്മുടെ പയനിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല, അമ്പലത്തിൻ്റെ അകത്തേക്ക്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പം അമ്പലത്തിലുള്ള വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. കുതിര നമ്മൾ പഴനിയിൽ നിന്ന് തൊഴുതിറങ്ങി റൂം വെക്കേറ്റ് ചെയ്ത് ഇപ്പം ഇനി നേരെ കൊടൈക്കനാലിലേക്ക് പോവാണ്. ഇല്ലേട്ടാ? വിത്ത് നമ്മളുടെ ചെറി വിസ്പക്കുട്ടി. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്ക് ഭംഗിയല്ലേ ഇവിടുത്തെ വില്ലേജസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. കണ്ടില്ലേ, ഇവിടെ ഉള്ളവർ താമസിക്കുന്ന വീടാണ് കേട്ടോ ഇത്. നമുക്കൊന്നും ചിന്തിച്ച് പോലും നോക്കാൻ പറ്റൂല ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കുന്നതൊന്നും. അവരുടെ ജീവിതം ഇങ്ങനെയാണ്. പറഞ്ഞ നല്ല റോഡ് സൈഡിലൊക്കെയാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ കണ്ടില്ലേ, ചിന്തിച്ച് പോലും നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കണ്ടില്ലേ? ഇവിടുത്തെ വില്ലേജ് സുമ വീഡിയോ എടുക്കறதுக்கு வீடுங்கயா அதா. எந்த கிளாஸ்ல படிக்கிற? புள்ள நல்லா படி. ഇത് എന്നോട് ഹസ്ബൻഡ്. ഇത് എൻ്റെ അക്കയുടെ ഹസ്ബൻഡ്. உன் பேர் என்ன? மஜ்வதனி. மதிவதனி. மீனிங் என்ன? அந்த புள்ளோட பேர் என்ன? சிரஞ்சீவி. நல்லா இருக்கு, பிடிச்சி போச்சு. സാമ്പാർ എടുക്കണ്ടോ? ഞാൻ എടുത്തില്ല, തൊട്ടില്ല.
തൊട്ടോ തീണ്ടിയോ തൊട്ടോ തീണ്ടിയോ എന്നുള്ളൊരു ചോദ്യമല്ല. ആര് കൊടൈക്കനാലിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. അവിടെ പശുക്കളൊക്കെ പുല്ല് മേയുന്നത് കണ്ടോ? നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. സോറി പോത്ത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോത്തുകളൊക്കെ മേയുന്നത് കണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്താനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് നല്ല അടിപൊളി കൊടൈക്കനാലിലെ കോടയാണ്. നല്ലൊരു അടിപൊളി വെൽക്കം തന്നിരിക്കുകയാണ് നമ്മളുടെ കൊടൈക്കനാൽ. അടിപൊളി കോടയൊക്കെ ആയിട്ട് പൊളി വൈബ്. സോ നൈസ്. ഇനി എന്ത് വേണം? പൈസ മുതലായി. നല്ല തണുപ്പുണ്ട്. പൊളി. ഇതൊക്കെ എന്ത് അടിപൊളി പോലെ. ഇത് കണ്ണോട്ട് കാണേണ്ടത് തന്നെയാണ്. മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിയൂല. ഈ ഫീൽ എന്താ ലൈഫിൽ നിങ്ങൾ ഇതുവരെ കൊടൈക്കനാല് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും വരണം, വന്ന് നോക്കണം. ഇതൊരു ഡ്രീം പ്ലേസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ട് വണ്ടി പോകുന്ന ആ സ്പീഡിലെ കാറ്റിൻ്റെ സൗണ്ടിൽ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിപൊളിയാണ് ഗൈസ്. എങ്ങനെയാണ് പറയുക, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഫുൾ കോടയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വഴികളൊക്കെ അല്ലേ ഫുൾ പൂക്കളാൽ നിറഞ്ഞു കിടക്കുമായിരുന്നു. ഒരു രക്ഷയില്ല. എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. ഇപ്പം ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് 1 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാർച്ച് മാസത്തിൽ കഴിയുന്നതും പോവുക. കാരണം നമുക്കിവിടെ നല്ല ചൂടാണ്. മഴയൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാലായി എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പ്. അല്ലെങ്കിലും വർഷത്തിൽ 365 ദിവസവും കോട മൂടിയ സ്ഥലമാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് നഷ്ടം തോന്നില്ല. ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയാ പറയാന്നുള്ള അറിയാത്ത അത്രയ്ക്ക് മനോഹരമായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയാണ് നമ്മുടെ കൊടൈക്കനാൽ. അതായിരുന്നു ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ സെക്കൻഡ് ടൈമാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. ഞങ്ങൾ പൊതുവെ പോയ സ്ഥലത്തേക്ക് പിന്നീട് രണ്ടാമത് ഞങ്ങൾ പോവാറില്ല. കാരണം പുതിയ കാഴ്ചകൾ ആണ് ഏറ്റവും കൂടുതൽ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം, പുതിയ സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഇവിടേക്ക് രണ്ടാമത് പോകാനുള്ള കാരണം അത് കൊടൈക്കനാലായതുകൊണ്ട് തന്നെയാണ്. നീ
നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയഴുതിനിയൊരു പിറവി വരെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ബൈക്കില് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം പ്ലീസ്. ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും. ഒന്നും വേണ്ട, അങ്ങനെ മെയിൻ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും കാണണ്ട. ജസ്റ്റ് വണ്ടി എടുത്ത് ഇതിലൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നടക്കുക മതി. അതൊന്നും വേണ്ട. കൊടൈക്കനാലിന്റെ ഭംഗിയൊക്കെ ഒരു മാജിക്കും തരാത്ത ഒരു മാജിക്കാണ്. ഫസ്റ്റ് അപ്പുറത്തെ ഇതോ ലൈറ്റ് ഇടാത്ത അപ്പുറത്തെ ഗൈസ് 4 മണിക്ക് റൂം എടുത്ത് വന്ന് ജസ്റ്റ് റൂമിലൊന്ന് കിടന്നതേ ഉള്ളൂ. അത് മാത്രം ഓർമ്മയുള്ളൂ. ഇപ്പൊ എണീക്കുന്ന 8 മണിക്കാണ്. ആ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് നമ്മളുടെ റൂമിൻ്റെ ആൾക്കാർ വന്ന് വിളിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. അവർ വിചാരിച്ചിട്ടുണ്ടാവും റൂം എടുത്ത് അകത്ത് കയറി കുറച്ച് ആളുകൾ കുറേ മണിക്കൂറിലേക്ക് ഒരാൾ എനിക്കില്ലാത്തതുകൊണ്ട് ചത്തുപോയെന്നറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം 8 മണിയായി. രാവിലെ ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചില്ല. റൂം തിരയുന്ന സമയം കൊണ്ട് തരാൻ വേണ്ടിയിട്ട് ഞാൻ സ്വെറ്റർ എടുത്തില്ല ഗൈസ്. അതുകൊണ്ട് ഏട്ടൻ്റെ സ്വെറ്ററാണ് ഞാൻ ഇട്ടത്. ഏട്ടൻ എം ടി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എം ടി ആയിട്ടല്ല, സ്വെറ്ററില്ലാതെ നിൽക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് കൊടൈക്കനാൽ അങ്ങാടിയിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അങ്ങാടിയുടെ അടുത്ത് തന്നെയാണ് റൂമുള്ളത്. ഗൈസ് അമ്പൂർ ബിരിയാണി പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. നമ്മളിതുവരെ അമ്പൂർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഈ കൈ കഴുകാനുള്ള കഴുപ്പിന്റെ പേരെന്താണ്? റൂമിൽ നിന്ന് കേക്ക് വന്നതല്ലേ? എന്റെ കൈക്ക് ഭയങ്കര വൃത്തിയുണ്ടോ? കൈ കഴുകുന്നൊരു വൃത്തിക്കുറവുണ്ട്. അത്ര നന്നായി. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നു. വിത്തൗട്ട് ബ്ലഷ്. തണുപ്പത്ത് വന്നാലും ബ്ലഷ് ഇടേണ്ട ആവശ്യമില്ല, ലിപ്സ്റ്റിക് കൂടെ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ചുണ്ട് പൊട്ടും. നാളെ രാവിലെ ഉണ്ട് ഫുള്ള് എല്ലാ സ്ഥലവും കാണാം. അല്ല, അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് തന്നെ ലേക്ക് പോവാം. പക്ഷെ രാവിലെ തന്നെ ലേക്ക് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. രാവിലെ തന്നെ ലേക്ക് പോവാം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം. ബാക്കി ഫുള്ള് കവർ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ. ഇതാണ് ഗൈസ് ആമ്പൂർ ബിരിയാണി റെസ്റ്റോറൻറ്റ്. ആമ്പൂർ ബിരിയാണി കണ്ടിട്ടേ പേടിയാവുന്നുണ്ട്. ഇപ്പൊ തുമ്പിർക്കുന്നത് പിക്കേ സെൻഡണേ. ഗൈസ് ഇതാണ് നമ്മുടെ ആമ്പൂർ ബിരിയാണി. സ്വീറ്റ് ഹലുവ, പിന്നെ എഗ്ഗ്, പിന്നെന്തോ ഒരു
വെജിറ്റബിൾ കറി, സാലഡ് ആൻഡ് 65 ആൻഡ് ചിക്കനകത്ത് ഉണ്ടാവാൻ മതി. ഷെഫ് വിളമ്പൂ. പസിക്കത് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആമ്പൂർ ബിരിയാണി. എത്രയോ കാലമായിട്ട് കഴിക്കണം എന്നല്ലേ. അതിനുള്ള ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. ഏറ്റവും അടിയിലായിരിക്കും പീസ്, അടിയിലായിരിക്കും. നമ്മൾ 5 പേർക്കുള്ള കോംബോ ബക്കറ്റ് ബിരിയാണിയാണ് പറഞ്ഞത്. സോ 10 പീസ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. നോക്കാം. പാവൻ്റെ കെട്ടിയാനാണ് ഷെഫ്. അല്ല, ഷെഫല്ല, നമുക്ക് സപ്ലയർ. ഇല്ല, പീസില്ല. എനിക്ക് ലെഗ് മതി. എന്നാ കിട്ടും കേട്ടോ. ഉള്ളത് വെച്ച ഓണം പോലെ എന്നാണല്ലോ ഉള്ളത് ഇട്ടോ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കൊള്ളാൻ കഴിച്ച അടിപൊളി. തണുത്തിട്ട് പല്ല് വരെടുത്തിട്ട് ചവയ്ക്കാൻ പറ്റുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. സൂപ്പർ. ഓൾസോ ഗുഡ്. വെച്ചിട്ട് വരാം. വിശപ്പിന് കുറേ വാരി തിന്നു, പക്ഷെ ഒരു ഓക്കെ ഫുഡാണ്. അത്ര നല്ലതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മാറ്റിയെടുത്തിരിക്കുന്നു. വിശപ്പിന് തിന്നപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ഇത് ഹലുവ. എന്ത് ഹൽവയാ? സ്വീറ്റ് ഹലുവ. ബ്രെഡ് സ്വീറ്റ് ഇല്ലേ? ബ്രെഡ് സ്വീറ്റ് ഹലുവ. തിന്ന് നോക്കട്ടെ. ബ്രെഡ്, നെയ്യ്, പഞ്ചസാര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം പോലെ ആ ഒരു ടേസ്റ്റാണ്. അല്ല, പക്ഷെ ഭയങ്കര മധുരമായ മത്താവും. ഒരു ഫുഡ് മുഴുവൻ തിന്നാൻ പറ്റില്ല. 4 പേർക്ക് 5 ആൾക്കുള്ള ബിരിയാണി ഓർഡർ ചെയ്തിട്ട് 3 ആളെ ബിരിയാണി തിന്നോളൂ. ഇപ്പം 2 ആളെ ബിരിയാണി ഇനിയും ബാക്കിയ. ബെസ്റ്റായി ഗൈസ്. ഏട്ടാ, ബിരിയാണിനെ പറ്റി എന്തെങ്കിലും 2 വരിയിൽ കുറയാതെ പറയാം. താങ്ക്സ്. ഏട്ടാ, ബിരിയാണി എങ്ങനെയുണ്ട്? പക്ഷേ ചിന്തിക്കാനേ വയ്യ. അത്രയും ബാക്കിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഹൽവ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഭയങ്കര മത്ത. രസമുണ്ട്, പക്ഷെ ഭയങ്കര മത്ത. പാലും പഞ്ചസാരയും നെയ്യും ബ്രെഡും. ഹൽവ ഹൽവേ ബ്രെഡലും. കേട്ടതാ മനസ്സിൻ മടിയിലെ മാന്തളിരെ. ആ പാട്ടും ചെല്ലല്ലോ. എത്രയോ ജന്മമായി. ഒരു പാട്ട് പറ. ഏതാ പാടാ? പൊട്ടനും കിട്ടി, ചട്ടനും കിട്ടി, ബോട്ടും കിട്ടി. അല്ലേ, ഞാൻ പുതിയ സ്വെറ്റർ വാങ്ങി ഗൈസ്. സ്വെറ്റർ വീട്ടിൽ നിന്ന് എടുക്കാതെ വന്നിട്ട്
കുടുങ്ങിപ്പോയിരുന്നു, ഇപ്പം സെറ്റുമായി. കൊള്ളാം, നല്ല കളർ, ഞാൻ തന്നെ പറയുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.